അലാസ്കയിൽ പുട്ടിനും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. അങ്ങനെയാണോ കരുതേണ്ടത്? അങ്ങനെയും പറയാം. കാരണം എനിക്ക് തോന്നിയത് ഈ മൊത്തത്തിൽ ഇന്നലത്തെ ഷോ, അങ്ങനെ പറയാം, ഒരു ഷോയാണല്ലോ. ലോകത്തിലെ രണ്ട് സൂപ്പർ പവറിൻ്റെ തലവന്മാർ തമ്മിലുള്ള ഉച്ചകോടി. ലോകം മുഴുവൻ കാത്തു നിൽക്കുന്നു. ലോകത്തെ ഒരുപാട് രാജ്യങ്ങളുടെ ഭാഗധേയം നിർണ്ണയിക്കാൻ അങ്ങനെ മാറിയേക്കാവുന്നൊരു യോഗം എന്നൊക്കെയാണ് എല്ലാവരും കരുതിയത്. ആ സമ്മിറ്റ് പക്ഷേ ഒരു നനഞ്ഞ പടക്കം പോലെ അവസാനിച്ചു എന്ന് സംശയമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതൊരു പുട്ടിൻ്റെ ഷോ ആയിട്ട് തോന്നി. കാരണം അലാസ്ക എന്ന് പറയുന്നത് പണ്ട് റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. സാർ ചക്രവർത്തിമാരുടെയൊക്കെ കാലത്ത് റഷ്യൻ സാമ്രാജ്യം ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഡച്ച് പരിവേഷകനായിരുന്ന വിറ്റസ് ബെറിങ് എന്ന് പറയുന്ന ആൾ 1741 മഞ്ഞുമൂടി കിടക്കുന്ന സൈബീരിയൻ പ്രദേശത്തേക്ക് ഒരു പരിവേഷണം നടത്തിയപ്പോഴാണ് അലാസ്ക എന്ന് പറയുന്ന ഭൂമി കണ്ടെത്തിയത്. ഇതിപ്പോൾ പിന്നീട് അത് റഷ്യൻ സാമ്രാജ്യം തന്നെ രാജഭരണകാലത്ത് തന്നെ അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്തു. 1800 സംതിങ് ഓർക്കുന്നില്ല ആ വർഷം റഷ്യ അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്ത ഭൂമിയാണ്. നിലവിൽ റഷ്യയിൽ നിന്ന് 55 മൈൽ മാത്രം അകലെയുള്ള സ്ഥലം. വേണമെങ്കിൽ റഷ്യൻ ഭൂമി എന്ന് തന്നെ പറയാവുന്നൊരു സ്ഥലം. അപ്പോൾ റഷ്യ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കാരണം ഇത് അമേരിക്കയുടെ, റഷ്യ എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയനോ അല്ലെങ്കിൽ പുട്ടിൻ്റെ റഷ്യോ അല്ല, സാർ ചക്രവർത്തിമാരുടെ കാലം മുതലുണ്ടായിരുന്ന പഴയ റഷ്യൻ സാമ്രാജ്യം. അതായത് ഇന്നിപ്പോൾ അമേരിക്കയിലെ 49ാമത്തെ സംസ്ഥാനമാണ് അലാസ്ക. പക്ഷേ അമേരിക്കയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റാണ്, ഭൂമിശാസ്ത്രപരമായി ഏറ്റവും വലിയ സ്റ്റേറ്റ്. പക്ഷേ ജനസംഖ്യയിൽ 47ാം സ്ഥാനമാണ്. ജനസംഖ്യ വളരെ കുറവ്. അവിടുത്തെ ഭൂപ്രകൃതിയുടെ വിശേഷമാണ്. അവിടെയുള്ള ആങ്കറേജ് എന്ന് പറയുന്നൊരു മുനിസിപ്പാലിറ്റി ഉണ്ട്. ആങ്കറേജിലെ എൽമൺ ഡ്രോർഫ് റിച്ചാർഡ്സൺ എന്ന് പറയുന്ന എയർ ബേസിലാണ് മീറ്റിംഗ് നടന്നു. നമ്മൾ ഈ പറഞ്ഞതുപോലെ റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വിമാനം വരുന്നു. നമുക്കതേക്കുറിച്ച് വേറെ സംസാരിക്കാം. ഔദ്യോഗിക വിമാനം വരുന്നു, ട്രംപ് കാത്തു നിൽക്കുന്നു, ട്രംപ് സ്വീകരിക്കുന്നു. വലിയ സ്വീകരണം എന്ന് പറഞ്ഞാൽ ഈ ട്രംപിൻ്റെ നാട്ടിലേക്ക്, അലാസ്കയിലേക്ക് റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വിമാനം വരുമ്പോൾ തന്നെ F-22 വിമാനങ്ങൾ വന്ന് അകമ്പടി പോയി അവർ വന്നിറങ്ങി. പുട്ടിൻ വന്നിറങ്ങി, ട്രംപ് സ്വീകരിക്കുമ്പോൾ അവർക്ക് വലിയ രണ്ടു കൂട്ടരും പങ്കെടുക്കുന്ന ഒരു ഗാർഡ് ഓഫ് ഓണർ ഉണ്ടായിരുന്നു. ആചാരപരമായ വലിയ വമ്പൻ വരവേൽപ്പ് കൊടുത്തു. അതേ സമയത്ത് നമ്മുടെ മറ്റേ വിമാനം ഉണ്ടല്ലോ, B-12 വിമാനങ്ങൾ ആകാശത്തൂടെ പറന്ന് പുട്ടിൻ്റെ ഒരു ഗാർഡ് ഓഫ് ഓണർ കൊടുത്തു. അതായത് 2018 ശേഷം റഷ്യൻ പ്രസിഡന്റ് പുട്ടിനും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് വലിയ യുദ്ധത്തിൻ്റെ പശ്ചാത്തലമുണ്ട്, യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലം. ഈ ട്രംപാണെങ്കിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് തന്നെയും എനിക്ക് ആദ്യത്തെ 10 മിനിറ്റ് തന്നെ ഒരു സീസ് ഫയർ ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ ചർച്ചയിൽ യുദ്ധവിരാമം ഉണ്ടായില്ലെങ്കിൽ റഷ്യ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള എന്തൊക്കെയുള്ള ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. 10 മിനിറ്റിൽ തീരുമാനം ഉണ്ടായില്ല. റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകും എന്നുള്ളതും വെള്ളത്തിൽ വരച്ച വര പോലെയായി. അവിടെ എയർപോർട്ടിൽ, വിമാനത്താവളത്തിൽ, നേവൽ ബേസിൽ വന്നിറങ്ങിയ പുട്ടിനെ ഹസ്തദാനം ചെയ്ത് ട്രംപ് സ്വീകരിച്ചു, പരസ്പരം പുഞ്ചിരിച്ചു. എന്നിട്ട് പ്രസിഡൻറ്റിൻ്റെ ലോമിനോസിൽ ഒരുമിച്ച് യാത്ര ചെയ്തു. ചർച്ച നടന്നു. ചർച്ച എന്ന് ആദ്യം പറഞ്ഞിരുന്നത് ഈ 1-to-1 ചർച്ചയാണ്, ഈ ദ്വിഭാഷികൾ മാത്രമുള്ള ചർച്ച. അടച്ച മുറിയിൽ എന്തായിരുന്നു ട്രംപ് പ്ലാൻ ചെയ്തിരുന്നത്. അതും നടന്നില്ല. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഇരിക്കണം എന്ന് പുട്ടിൻ നിഷ്കർഷിക്കുകയും അതിനനുസരിച്ച് രണ്ട് ഭാഗത്തു നിന്നുള്ള കുറച്ചാളുകൾ, അടച്ച ചർച്ചയാണ്. പുട്ടിനും ട്രംപിനും തമ്മിൽ റഷ്യയും അമേരിക്കയും റഷ്യൻ ഭാഷയിൽ രണ്ട് ഭാഷയിൽ സംസാരിക്കാം. ദ്വിഭാഷികൾ മാത്രമല്ല, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കൂടി പങ്കെടുപ്പിക്കണം എന്നുള്ള പുട്ടിൻ്റെ നിർദ്ദേശം നടപ്പായി. അവിടെയും ട്രംപ് പരാജയപ്പെട്ടു. ഇനി ഏറ്റവും പ്രധാനമായി ലോകമാധ്യമങ്ങൾ വിലയിരുത്തുന്നത് ഈ രണ്ട് രാഷ്ട്രത്തലവന്മാർ തമ്മിൽ ഒരു ചർച്ച നടത്തിയിട്ട് സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയാൽ ആദ്യം ആര് സംസാരിക്കണമെന്നൊരു പ്രോട്ടോക്കോളുണ്ട്. അത് ആരാണോ ഹോസ്റ്റ് ചെയ്യുന്നത്, ആതിഥേയൻ ആരാണോ അവരാദ്യം സംസാരിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ ഈ പുലർച്ചെ ഈ ഉച്ചകോടി കഴിഞ്ഞതിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ വന്നപ്പോൾ ഈ പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ട് പുട്ടിൻ മൈക്കെടുത്ത് സംസാരിച്ചു. അവിടെയും ട്രംപിന് നിലവിലുള്ള പ്രോട്ടോക്കോൾ മാറ്റിവെക്കേണ്ടി വന്നു. എന്നിട്ട് പറഞ്ഞു, നോ ഡീൽ, ഓൺലി അണ്ടർസ്റ്റാൻഡിങ്. ഒരു ഡീലും ഉണ്ടായിട്ടില്ല, വെറും ധാരണ മാത്രമാണ്. എന്നിട്ട് പുട്ടിനൊരു ഭീഷണിയും പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഒരു ധാരണയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഉക്രൈനും യൂറോപ്യൻ രാജ്യങ്ങളും അതിനെ ടോർപിഡോ വെക്കാൻ ശ്രമിക്കരുത് എന്നൊരു മുന്നറിയിപ്പും പുട്ടിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി.
അപ്പോൾ അതിനുശേഷം ട്രംപ് ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോയി എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പിന്നീട് ട്രംപ് സംസാരിക്കുമ്പോൾ ട്രംപ് ആദ്യം പറയും ദർ ഇസ് നോ ഡീൽ അൺടിൽ ദർ ഇസ് എ ഡീൽ. ഒരു ഡീൽ ഉണ്ടാകുന്നത് വരെ ഇപ്പോൾ ഒരു ഡീലില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒന്ന് ലഘൂകരിക്കുന്ന തരത്തിലേക്ക് ട്രംപ് സംസാരിച്ചു എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഉക്രൈൻ വെടിനിർത്തൽ നടക്കുന്നില്ല, യുദ്ധം തുടരും. ഇനി ഒരു ട്രംപ് പറഞ്ഞ ഒന്നും നടന്നില്ല. മാത്രമല്ല ഈ ഒറ്റ ചർച്ച കൊണ്ട് തീരുമാനം ഉണ്ടാവണം, 10 മിനിറ്റിനുള്ളിൽ വെടിനിർത്തൽ ഉണ്ടാവണം എന്നൊക്കെ ആണല്ലോ മീറ്റിങ്ങിന് മുമ്പ്. ഒരു വലിയ 2 കൂട്ടർ തമ്മിലുള്ള മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് ഇത്തരം മര്യാദഘട്ട വർത്തമാനങ്ങൾ പറയാൻ പാടില്ലാത്തതാണ്. ആ മര്യാദഘട്ട വർത്തമാനങ്ങൾ പറഞ്ഞ ട്രംപ് ഇപ്പോൾ ഏത് ഷൂവിൽ എവിടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യം. പോകുന്നിടത്ത് പുട്ടിൻ പറഞ്ഞു ഇനിയും ചർച്ച വേണ്ടി വരും, അടുത്ത ചർച്ച മോസ്കോയിലാവട്ടെ എന്ന് പറഞ്ഞു. ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ട്രംപ് പറഞ്ഞു ഞാൻ അതേക്കുറിച്ച് ആലോചിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നേരത്തെ കേട്ടിരുന്ന ട്രംപ് ഈ അലാസ്ക ചർച്ച നടത്തിയാൽ മോദിക്കറിയാം, ശരിക്കും ഈ ട്രംപിനറിയാം ഇതൊന്നും നടക്കില്ല, പക്ഷേ അതിനുശേഷം നിഷ്പക്ഷമായ ഒരു വേദിയിൽ വെച്ച് ചർച്ച നടത്താം, ഇങ്ങനെയായിരുന്നു ട്രംപിൻ്റെ ഓപ്പറേഷൻ. പക്ഷേ പുട്ടിൻ ഒറ്റയടിക്കാതെ തകർത്ത് കളഞ്ഞു. അടുത്ത ചർച്ച ഇനി മോസ്കോയിലാണെന്ന് പറഞ്ഞു. അന്ന് അങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഈ മുമ്പ് ആളുകൾ ട്രംപിനോട് ചോദിച്ചു, പ്രസിഡന്റ് പുട്ടിൻ ഇങ്ങോട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ മണ്ണിലേക്കല്ലേ വരുന്നതെന്ന് ചോദിച്ചു, അലാസ്കയിലേക്ക്. അപ്പോൾ പറഞ്ഞു, ആര് പറഞ്ഞു? എന്നെ കാണാൻ എൻ്റെ ഭൂമിയിലേക്കാണ് വരുന്നത് എന്ന് ട്രംപ് ആദ്യം പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ട്രംപ് വീണ്ടും പറഞ്ഞു, അങ്ങനെയല്ല, അലാസ്ക എന്ന് പറയുന്ന റഷ്യയുടെ ഭൂമിയും കൂടിയാണ്, റഷ്യയുടെ സ്ഥലമായിരുന്നല്ലോ. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ആണെങ്കിലും അതിനൊരു വലിയ വൈകാരികവും സാംസ്കാരികവും ഭൂമിശാസ്ത്രപരമായൊക്കെ ബന്ധമുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ അന്താരാഷ്ട്ര കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള അതിവിദഗ്ധരൊന്നുമല്ല. സാധാരണ പ്രേക്ഷകരെ പോലെ കാര്യങ്ങൾ കണ്ടിട്ട് നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മുടെ അനാലിസിസ് അതിന് വലിയ ഡിപ്ലോമാറ്റിക് ലെവലിലൊന്നും അറിയില്ല. നമ്മൾ കാണുന്ന കാര്യം ഒരുത്തൻ്റെ പെടലിക്കിട്ട് അടിച്ചു എന്ന് നമുക്ക് തോന്നും, അല്ലാതെ അത് ചിലപ്പോൾ പൊടി തട്ടിയതായിരിക്കാം എന്ന് പറയാൻ നമുക്കറിയില്ല. അതുകൊണ്ടാണ് മൊത്തത്തിൽ അതൊരു പുട്ടിൻ ഷോ ആയിരുന്നു എന്നൊരു സംശയം എനിക്കുണ്ട്. മാത്രമല്ല ഈ യുദ്ധം എന്ന് പറയുന്ന സാധനം ഒരുപക്ഷെ ഈ അവസാനിച്ചാൽ മാത്രമേ ട്രംപിൻ്റെ നോബൽ പ്രൈസ് കിട്ടുള്ളൂ. ട്രംപിനെ സംബന്ധിച്ച് ട്രംപിൻ്റെ ഒരു ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു, പുട്ടിൻ എൻ്റെ സുഹൃത്താണ്, ഞാൻ അധികാരത്തിൽ വന്നാൽ 10 മിനിറ്റ് കൊണ്ട് ഉക്രൈൻ വാർ അവസാനിപ്പിക്കുമെന്നൊക്കെ പുള്ളി ജനുവരി 20 അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് എത്രയോ തവണ പറഞ്ഞിരുന്നു അല്ലേ? അതെ. പക്ഷേ അതിലൊന്നും അനുകൂലമായ ഒരു നിലപാട് റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഒരു വലിയ തമാശ എന്ന് പറയുന്നത്, പുട്ടിൻ അലാസ്കയിൽ നിൽക്കുമ്പോൾ ട്രംപ് പുട്ടിനൊരു കത്ത് കൊടുത്തു. എന്തിനാ കത്ത് കൊടുത്തത്? ആരുടെ കത്താണെന്നറിയോ? ട്രംപിൻ്റെ ഭാര്യ എഴുതിയ കത്ത്. സ്ലോവേനിയൻ ഒറിജിൻ വംശജയാണല്ലോ ട്രംപിൻ്റെ ഭാര്യ മെലാനിയ ഒരു കത്തെഴുതി കൊടുത്തു. കാരണം മെലാനിയ സ്വീകരിക്കാൻ വന്നില്ല അലാസ്കയിൽ. കാരണം രാഷ്ട്രത്തലവന്മാർ വരുമ്പോൾ അവർ പത്നി സമേതരായിട്ടാണ് വരുന്നതെങ്കിൽ സ്വീകരിക്കുന്നവരും പത്നി സമേതരായിട്ട് വരണം. അപ്പോൾ പുട്ടിൻ ഒറ്റയ്ക്കാണ് വന്നത്, അതുകൊണ്ട് ട്രംപ് ധരിച്ചു വന്നു. അപ്പോൾ മെലാനിയയ്ക്ക് പുട്ടിനോട് എന്തോ പറയാനുണ്ട്, അതൊരു കത്തായിട്ട് ഭർത്താവിലേക്ക് കൊടുത്തയച്ചു. ആ കത്ത് അവിടെ കൊടുത്തു, അത് സ്വീകരിച്ചു. ആ കത്തിൻ്റെ കണ്ടന്റ് അറിയില്ല, കത്ത് കൊടുത്തു എന്നുള്ളത് ആദ്യം അംഗീകരിക്കപ്പെട്ടില്ല. ഇപ്പോൾ റോയിട്ടേഴ്സ് അടക്കമുള്ള വാർത്താ ഏജൻസികൾ പറയുന്നുണ്ട് ട്രംപിൻ്റെ ഭാര്യ എഴുതിയ കത്ത് കൊടുത്തിട്ടുണ്ട്. ആർക്ക് കൊടുത്തിട്ടുണ്ട്? പുട്ടിന് കൊടുത്തിട്ടുണ്ട്. ആ കത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഇപ്പോൾ പരക്കുന്ന ഒരു ധാരണ, ഒരാശയം എന്ന് പറയുന്നത്, ഉക്രൈനു വലിയൊരു പരാതിയുണ്ട്. ഉക്രൈനിൽ നിന്ന് 10,000 കുട്ടികളെ റഷ്യ പിടിച്ചുകൊണ്ട് പോയെന്നും സെലൻസ്കി പറയുന്നു അതങ്ങനെ ഈ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു യുദ്ധക്കുറ്റമാണ്. ഈ കുട്ടികളെ മുഴുവൻ ഉക്രൈൻ വംശജരായ ബാലന്മാരെ പിടിച്ചുകൊണ്ട് പോകുന്നു റഷ്യൻ ആർമി. അത് 1 2 അല്ല 10,000. ഇവരെ എന്ത് ചെയ്യുന്നു? ഇവർക്ക് സൈനിക പരിശീലനം കൊടുക്കുന്നു, ഇവരെ എന്നിട്ട് യുദ്ധത്തിന് അയക്കുന്നു എന്ന് ഒരു പരാതി ഉക്രൈൻ പറയുന്നുണ്ട്. എന്നാൽ ഇതേ പരാതി ഉക്രൈനെ കുറിച്ചുകൊണ്ട് ഉക്രൈൻ പട്ടാളക്കാരെല്ലാം ഏതാണ്ട് വെടി തീർന്നു, അവരൊക്കെ ഭയന്ന് യുദ്ധത്തിന് വരുന്നില്ല, പുതിയ ആളുകൾക്ക് വരാൻ 3 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു ഈ ഉക്രൈൻ റഷ്യ വാറിലെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അങ്ങനെ വന്നപ്പോൾ അവിടെ പട്ടാളം ഇല്ലാത്തതുകൊണ്ട് സെലൻസ്കിയുടെ പട്ടാളക്കാരും വഴി കാണുന്ന പിള്ളേരെ പിടിച്ചുകൊണ്ട് പോയിട്ട് പട്ടാളത്തിൽ ചേർത്ത് യുദ്ധത്തിന് നിർബന്ധിച്ച് തോക്കം കൊടുത്ത് 2 ദിവസം വെടിവെക്കാൻ പഠിപ്പിച്ചിട്ട് നേരെ പൊക്കമെന്ന് പറയുകയാണ്. ഇങ്ങനെ വിടുന്നുണ്ട്. അപ്പോൾ ഏതായാലും കുട്ടികളെ അബ്ഡക്റ്റ് ചെയ്യുന്നു. അത് റഷ്യയാണോ ഉക്രൈനാണോ എന്നറിയില്ല. ഈ കുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്ന ഈ പ്രവണത ശരിയല്ല, അത് മാനവരാശിക്ക് നേരെയുള്ള ഒരാക്രമണമാണ്. അതുകൊണ്ട് പുട്ടിൻ സാർ അങ്ങ് ഇടപെടണം എന്ന് പറഞ്ഞിട്ട് മെലാനിയ എഴുതിയ കത്താണ് ട്രംപ്
പുട്ടിന് കൊടുത്തതെന്ന് പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് ഇത് ട്രംപിന് നേരിട്ട് പറഞ്ഞാൽ പോരെ, പുട്ടിൻ നിങ്ങൾ അവിടുന്ന് ഈ പിള്ളേരൊക്കെ പിടിച്ചുകൊണ്ട് യുദ്ധത്തിന് കൊണ്ടുവന്ന് ശരിയല്ല കേട്ടോ, അത് വളരെ മോശമാണ്. കാരണം അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഉക്രൈനിൽ അടുത്തൊരു തലമുറയില്ലാണ്ടാവും അല്ലേ. അതെ, ആ പിള്ളേർ മുഴുവൻ യുദ്ധത്തിന് പോയി പിള്ളേർ മുഴുവൻ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജനറേഷൻ ഇല്ല. ഉക്രൈനിയൻ ഭൂമി ഇങ്ങോട്ട് റഷ്യ ഇങ്ങ് എടുത്താൽ മതി. അത് ശരിയല്ല എന്ന് ട്രംപിന് നേരിട്ട് പറഞ്ഞോടെ. അപ്പോൾ അത് അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അതങ്ങനെയല്ല, അതിവൈകാരികമായി ഒരു വനിത പ്രസിഡന്റിൻ്റെ ഭാര്യ പറയുന്നു, ഒരു കത്തിലൂടെ പറയുന്നു ഒക്കെ പറയുമ്പോൾ അതിനൊരു വാർത്താ പ്രാധാന്യം കിട്ടുന്നു. ഇനിയിപ്പോൾ ഈ ട്രംപ് എടുക്കുന്ന നിലപാടുകൾക്ക് അപ്പുറത്ത് ഇനി മെലാനിയയ്ക്ക് നോബൽ സമ്മാനം കിട്ടുമോ എന്നറിയില്ല. ഏതായാലും മൊത്തത്തിൽ ഇതൊരു ഷോ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ പ്രതീക്ഷയോടെ കണ്ടിട്ട് ചിറ്റിപ്പോയ സാധനം. ചില സിനിമകളുണ്ട്, ചില സിനിമകൾ ഭയങ്കര ഹൈപ്പായിരിക്കും, അത് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയോ ഇപ്പോൾ സംഭവിക്കും എന്ന് പറയുന്നു, മല പോലെ വന്ന് അതൊന്നുമല്ലാതെ. പക്ഷേ ട്രംപ് ഒരു അടിയടിച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് എന്തായാലും എൻ്റെ ഇടപെടലുകളുടെ റഷ്യക്ക് ഒരു പ്രധാനപ്പെട്ട ഓയിൽ ക്ലയൻറ്റിനെ, എണ്ണ വാങ്ങുന്ന ഒരു ക്ലയൻറ്റിനെ നഷ്ടമായി എന്നൊരു അടിയടിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയെക്കുറിച്ചാണ്. കാരണം റഷ്യൻ എണ്ണ ഇനിയിപ്പോൾ നമ്മൾ മേടിക്കുന്നില്ല, നമ്മൾ ഈ താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മേടിക്കുന്നില്ല എന്ന തരത്തിൽ ട്രംപ് പുടിൻ പോയതിനു ശേഷം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അതും അത്ര ശരിയൊന്നുമല്ല. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പറയുന്നത് നമ്മൾ റഷ്യൻ എണ്ണ വാങ്ങാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ റഷ്യയുടെ എണ്ണ തന്നെ വാങ്ങണമെന്ന് നമുക്ക് നിർബന്ധമില്ല. കാരണം ഇവർ താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ, താരിഫല്ല സാങ്ഷൻസ്, ഉപരോധം റഷ്യക്കെതിരെ കൊണ്ടുവന്നപ്പോൾ ഇവർ ഒരു വ്യവസ്ഥ എന്താ അറിയാമോ, $60 താഴെ ഒരു ബാരലിന് എണ്ണ വിൽക്കാൻ പാടില്ല റഷ്യ. അത് റഷ്യൻ എണ്ണയ്ക്ക് ആരെങ്കിലും 60 ബാരലിൽ കൂടുതൽ കൊടുത്ത് വാങ്ങാൻ പാടില്ല. അതിനാണ് ഉപരോധം. അപ്പോൾ റഷ്യ എന്ത് ചെയ്യുന്നറിയോ, ബാരലിൻ്റെ വില 47 രൂപയാക്കി. അപ്പോൾ പിന്നെ ആർക്കും വാങ്ങാമല്ലോ. അങ്ങനെയാണ് നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ റഷ്യ ഇപ്പോൾ പതുക്കെ കൂട്ടി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ റഷ്യയിൽ നിന്ന് കിട്ടുന്ന അതേ വിലയ്ക്കോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കോ എണ്ണ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടിയാൽ നമ്മൾ എവിടെ നിന്ന് മേടിക്കും? അവിടുന്ന് മേടിക്കും. നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എണ്ണ വേണം, നമ്മൾ മാർക്കറ്റിലെ സ്ഥിതി, മാർക്കറ്റിലെ വിലയാണ് നോക്കുന്നത്. നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, റഷ്യൻ എണ്ണ വേണമെന്ന് തന്നെ വെനസ്വേലൻ എണ്ണയാണെങ്കിലും നമ്മൾ മേടിക്കും, സൗദി എണ്ണയാണെങ്കിലും മേടിക്കും. ഇതാണ് നമ്മുടെ ഒരു പോളിസി. അപ്പം നമ്മുടെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ അടുത്ത ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തേക്ക് സൗദി അറേബ്യയിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ എണ്ണ വാങ്ങാൻ കുറച്ച് ഓർഡറുകൾ ഈ താരിഫ് വരുന്നതിന് മുമ്പേ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മൊത്തത്തിൽ വാങ്ങുന്ന റഷ്യൻ എണ്ണയുടെ അളവിൽ ഒരു കുറവ് വന്നത്. കാരണം റഷ്യൻ എണ്ണ അത്ര ലാഭകരമല്ലാതായിക്കൊണ്ടിരിക്കുക. റഷ്യ പതുക്കെ റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മറ്റു സ്ഥലത്തുനിന്ന് മേടിക്കുന്നു. അത് ട്രംപ് ഞാൻ താരിഫ് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് എന്ന് ഒരു വീമ്പിളക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. മൊത്തത്തിൽ ട്രംപിനെ സംബന്ധിച്ച് ഈ മീറ്റിംഗ് കഴിഞ്ഞ് രണ്ടുപേരും 2 സ്ഥലത്തേക്ക് പിരിഞ്ഞുപോയി, 2 വിമാനങ്ങളും തിരിച്ചുപോയി. പക്ഷേ ട്രംപിൻ്റെ പുതിയ വാചകടിയൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഒരു പക്ഷേ ഇതെല്ലാം കഴിയുമ്പോൾ പുട്ടിനെ ഞാൻ വരച്ച വരയിൽ നിർത്തി എന്നൊക്കെ പറയുമായിരിക്കും. മറ്റൊന്നുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. സാധാരണ ഒരു ഉച്ചകോടി കഴിയുമ്പോൾ 2 നേതാക്കന്മാരും തമ്മിൽ ഒപ്പിട്ട ഒരു സംയുക്ത പ്രസ്താവന ഉണ്ടാകുമായിരുന്നു. അതും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഒരു എന്ത് പറയണം, ഒരു നനഞ്ഞ പടക്കം പോലെ, പൊട്ടാതെ പോയ ഒരു പടക്കം പോലെ ഈ ഉച്ചകോടി അവസാനിച്ചു എന്നാണ്. സെലൻസ്കി വീണ്ടും അനുഭവിക്കുമായിരിക്കും. കാരണം സെലൻസ്കി ഇന്നലെ പുടിൻ അങ്ങോട്ട് പോരുന്നതിന് മുമ്പ് റഷ്യക്കെതിരെ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. അത് ചിലപ്പോൾ പുടിൻ തിരിച്ച് ചെല്ലുന്ന മുറയ്ക്ക് അത് തിരിച്ച് കൊടുക്കുമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.